ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഞാൻ പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർമാർ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഞാൻ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അതിൽ ചിലർക്കെങ്കിലും ഈ ഷുഗർ, ഡയബറ്റിക്സ് ഉള്ളതായിട്ട് അറിഞ്ഞു. ഞാൻ അതിൻ്റെ റീസൺസുകൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ ആക്ച്വലി നമ്മൾ വർക്കിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് റിസപ്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറേ ഡ്രിങ്ക്സുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വർക്കിൻ്റെ ഇതിലും നമുക്ക് ഒരുപാട് നേരം നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പരവേശമൊക്കെ ഉണ്ടാവും, അല്ലേ, ദാഹമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഉടനെ ഓടി ചെന്നേച്ച് ഈ നേരത്തെ വെച്ചേക്കുന്ന ഡ്രിങ്ക്സ് എല്ലാം കൂടി എടുത്ത് അങ്ങ് കുടിക്കും. അപ്പം ഓവർ മധുരമൊക്കെ ആയിരിക്കും, അതിന് നല്ല മധുരമൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ അത് നമ്മളങ്ങ് കുടിക്കും. നമ്മുടെ പെട്ടെന്ന് ദാഹമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളങ്ങ് കുടിക്കും. നമ്മളത് അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് കുടിക്കും. ഇത് ഈ വിവാഹത്തിനൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം, 2 കല്യാണമൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി വരുന്നവരുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ഒരു 10 കല്യാണമെങ്കിലും ഒരു മാസം ഉണ്ടാവും, അല്ലേ? ഈ ഡെയിലി നമ്മൾ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്? നമുക്ക് ഷുഗർ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ റിസപ്ഷൻ്റെ ടൈമിലാണേലും വെൽക്കം ഡ്രിങ്ക് നമ്മൾ കണ്ടമാനം കുടിക്കുന്നത് ഫോട്ടോഗ്രാഫർമാർക്ക് ഷുഗർ വരാനായിട്ടുള്ളൊരു സാധ്യതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർമാർക്ക് രണ്ടാമതുള്ളൊരു ഇതാണ് ഈ റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്താണേലും ഒരു ഐസ്ക്രീം, എന്തെങ്കിലും ഡെസേർട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അത് കഴിക്കുന്നത്. അപ്പം ഒരു ദിവസമൊന്നും അല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഈ 10 ദിവസം നമുക്ക് വർക്കുണ്ടെങ്കിൽ 10 ദിവസവും നമ്മൾ ഇതൊക്കെ തന്നെ അല്ലേ കഴിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഷുഗർ പോലുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫർമാരുടെ ഇടയിൽ കണ്ടിട്ടുള്ളത് മദ്യപാനം ഒരു പരിധി വരെ ഷുഗർ പോലുള്ള അസുഖങ്ങൾ വരുത്താനായിട്ട് സാധ്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമ്മൾ ഇതിന് 3 എണ്ണത്തിനും കൂടെ ഒരു ഇതുണ്ട്. മദ്യപാനം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് ഒന്നാമത്തേത്. 2, റിസപ്ഷനൊക്കെ ശേഷം കിട്ടുന്ന മധുരങ്ങൾ, ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. 3, ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങളുടെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുക. സാധാരണ പച്ചവെള്ളം കുടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മൾ ജ്യൂസ് പോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് പച്ചവെള്ളം, സാധാരണ വെള്ളം, നോർമൽ വാട്ടർ കഴിക്കുക. നമുക്ക് അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് പാക്ഡ് ഡ്രിങ്കിങ് വാട്ടേഴ്സൊക്കെ ഉണ്ടാവും. അത് കഴിക്കുക. പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് ഷുഗർ, ഡയബറ്റിക്സ് അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ പ്രോപ്പറായിട്ട് വ്യായാമം മസ്റ്റാണ് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് വ്യായാമം എല്ലാ ദിവസവും ചെയ്യണം. നിങ്ങൾ വർക്കും തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യാനായിട്ടുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇതുപോലെ നമ്മൾ ഓടി നടന്ന് ഫുഡ് കഴിക്കുന്നതാണ്, ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിത ശൈലി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ മസ്റ്റായിട്ടും വ്യായാമം ഒരു ദിവസം പോലും മുടക്കരുത്. നിങ്ങൾ എന്തെങ്കിലും വ്യായാമത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. സൈൻ ഓഫ്.